വളരെയധികം നാളുകൾക്ക് മുൻപ് നടൻ കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളുണ്ട്. ഹൻസികയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരേ സമയം പ്രാർത്ഥിച്ച ഒരു സമയമുണ്ട് എന്നത്. ഹൻസികയ്ക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഹൻസികയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒരു സങ്കട വാർത്തയാണ് പ്രേക്ഷകർ കാണുന്നത്. ഹൻസിക ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് എന്നതും കയ്യിൽ ഇഞ്ചക്ഷൻ വയ്ക്കാനും ട്രിപ്പ് എടുക്കാനും മറ്റുമായി തന്നെ കാൻഡിൽ വച്ചിട്ടുണ്ടെന്നും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് തന്നെ ഹൻസികയെ ചികിത്സിക്കാനായി ഇവർ അവിടെ ഇവിടെ പോകാറുണ്ട്. എന്നാൽ അത് ആരോടും പറയാറില്ല. ഇടയ്ക്ക് ഹൻസിക ഒരു MRI സ്കാൻ എടുക്കാൻ പോയ സമയത്ത് താരം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അത് വളരെയധികം വൈറലായി മാറി. അതിനുശേഷം ഇവർ ആശുപത്രിയിൽ പോകുമ്പോൾ അങ്ങനെ ആരോടും പറയാറില്ല. പ്രത്യേകിച്ച് ഹൻസികയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആരോടും ഇവർ ഇപ്പോൾ പറയാറില്ല. ഓമിക്കോ ഹൻസികയ്ക്കോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറില്ല. പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ച് താരപുത്രി തന്നെ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഹൻസിക കൃഷ്ണയ്ക്ക് എന്തു സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കൃഷ്ണകുമാർ കുടുംബത്തോടൊപ്പം ഞങ്ങൾ യാത്ര പോകുന്നു എന്ന് പറഞ്ഞെത്തിയിരുന്നു. എന്നാൽ എന്താണ് എവിടെയാണ് എന്ന് കൃഷ്ണകുമാറും പറഞ്ഞിരുന്നില്ല. ഹൻസികയെ ചികിത്സിക്കാൻ വേണ്ടി പോയതാണോ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നു. ഇതിന് മറുപടി കൃഷ്ണകുമാറും ഇതുവരെ നൽകിയിട്ടില്ല. പഴയ വീഡിയോ ആണോ ഹൻസിക പങ്കുവച്ചതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ട്രിപ്പിട്ട് ഓക്കെ ആയതിനു ശേഷമാണോ ഇപ്പോൾ ട്രിപ്പ് പോയതെന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇതിനും ആരും മറുപടി നൽകുന്നില്ല. എന്തു തന്നെയായാലും ഇപ്പോൾ ഹൻസിക ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത വളരെയധികം എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്. ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓമിക്ക് മുമ്പ് വരെ ആ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം ഒരു ഇളയ കുട്ടി എന്ന രീതിയിൽ നേടിക്കൊണ്ടിരുന്നതും ഹൻസിക തന്നെയാണ്. ആ ഒരു സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി നന്നായി മനസ്സിലാക്കുന്നവർക്ക് എന്താണ് ഹൻസികയുടെ അസുഖമെന്നും എന്തിനാണ് ഇപ്പോൾ അവർ അത് മറച്ചു വയ്ക്കണമെന്നും മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ ഓരോരുത്തരും അവരുടെ പ്രൈവസി മാനിച്ച് തന്നെ വിടുകയാണ്. എന്തും കണ്ടന്റ് ആക്കുന്നവർ ഇത് എന്തുകൊണ്ട് കണ്ടന്റ് ആക്കുന്നില്ല, ഇങ്ങനെ വിമർശിക്കുന്നവരുമുണ്ട്. പക്ഷേ ഹൻസിക ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും വളരെയധികം വിഷമമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൻസികയെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ചെറിയ പേടിയുള്ളത് എന്നുകൂടി പറയുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഹൻസികയുടെ വീഡിയോ ഏറ്റെടുക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏറ്റെടുക്കുന്നതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.